മെറ്റിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പിശാച് പ്രാർത്ഥനയെ മുടക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ സംസാരിച്ച്. പ്രാർത്ഥന സാത്താന് തടയുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ശക്തി അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് തടസ്സപ്പെടുത്തുവാനാണ് ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പ്രാർത്ഥനയിൽ കണ്ടിന്യൂസ് ആയിട്ട് വ്യവഹരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ എഫക്റ്റീവ് ആക്കാതിരിക്കാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കും. പ്രധാനമായിട്ട് വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. വ്യക്തികൾ കൂടുന്നതാണ് കോൺഗ്രിഗേഷൻ അല്ലെങ്കിൽ അസംബ്ലി. എന്നാൽ ചില പരീക്ഷണങ്ങൾ അവൻ കൊണ്ടുവന്ന് നമ്മളെ പ്രാർത്ഥനയുടെ നമ്മുടെ ശക്തി തടസ്സപ്പെടുത്തും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദൈവവുമായി ചേർന്നുള്ള പ്രവർത്തനത്തിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കുമ്പോഴേ നമുക്കെപ്പോഴും ഒരു പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദിനം പ്രതിയുള്ള വിശുദ്ധീകരണം ആവശ്യമാണ്. ഈ ലോകത്തിലും നിത്യതയിലും അത് പ്രധാനമുള്ളതാണ്. എന്താണ് കാരണം? വിശുദ്ധിയിൽ തോൽക്കുന്നവരുടെ പ്രതിഫലങ്ങൾ സ്വർഗത്തിൽ കുറഞ്ഞു പോകുന്നതാണ്. വിശുദ്ധീകരണം പ്രാപിക്കാതെ ആരും ഒരു നാളും ദൈവത്തെ കാണുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ടല്ലോ. ശരിയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. റോമർ 8:1 പറയുന്നതാണ്. എന്നാൽ ക്രിസ്തുയേശുവിൽ ഞാനായി, എൻ്റെ പണിഷ്മെൻ്റ് ഇനി ഒന്നുമില്ല എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് കർത്താവ് നിന്ന് പ്രാപിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ വിശുദ്ധിയിൽ സൂക്ഷിക്കുമ്പോഴേ അവിടെയാണ് നമുക്ക് ആ എഫക്റ്റീവ്നെസ് ഓഫ് പ്രെയർ, പ്രാർത്ഥനയുടെ എന്താണ് പറയുന്ന എഫക്റ്റീവ്നെസ്, അതിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിവതും എഫക്റ്റീവായിരിക്കാതിരിക്കാൻ പിശാച് പല അടവുകൾ നമ്മുടെ നേരെ പ്രയോഗിക്കും. നേരത്തെ പറഞ്ഞു പ്രാർത്ഥന തുടർമാനമായി കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം. എന്നാൽ ഇതല്ല, പ്രാർത്ഥന എഫക്റ്റീവ് അല്ലാതെ ഉള്ള ഒരു ചിന്തയാണ്. ഇതിൽ ഞാനൊരു 4-5 പോയിൻറ്റ്സ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ചിന്തിക്കുന്നത്, ആദ്യത്തെ പോയിൻ്റ്, ദൈവവചനത്തിനെതിരായി തീരുവാൻ സാത്താൻ പ്രേരിപ്പിക്കും. ദൈവവചനത്തിനെതിരായി തീരുക. അങ്ങനെ ദൈവവചനത്തിനെതിരായി തീരുന്ന ദൈവവചനം നമുക്ക് വിശ്വസിക്കേണ്ടതല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. സദൃശവാക്യം 28:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. He that turn away his ear from hearing the law, even his prayer shall be abomination. ദൈവവചനത്തിൽ നിന്ന് തിരിയുക. നമുക്കറിയാം ദൈവവചനം തന്നിരിക്കുന്നത് നമ്മളെ ഉറപ്പിക്കാനും ശുദ്ധീകരിക്കാനും ദൈവത്തിങ്കിലേക്ക് നടത്തുവാനുമാണ്. അതിൽ നിന്ന് തിരിഞ്ഞാൽ യുവർ പ്രെയർ ഈസ് ആൻ അബോമിനേഷൻ ടു ലോഡ്. അതൊരു പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പാണ്. എന്തുകൊണ്ടാണത് അങ്ങനെ പറയാനുള്ള കാര്യം? ഈ ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവശ്വാസീയമാണ്, ദൈവം ശ്വസിച്ചതാണ്, ദൈവം പറഞ്ഞതാണ്. ദൈവവചനം നീയും ഞാനും അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം കിട്ടുന്നത്? പ്രാർത്ഥനയ്ക്ക് എന്താണ് ശക്തി കിട്ടുന്നത്? അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രാർത്ഥന ഒരു അനീതിയായി ദൈവം കാണും എന്നുള്ളതാണ്. ദൈവവചനത്തിന് വിരോധമായി വേറൊരു ടെറിട്ടറിയിൽ ചെന്ന് വിൽഫുള്ളായി പാപത്തിലേക്ക് തിരിഞ്ഞാൽ പിശാച് അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. മനസ്സിലാക്കേണ്ടത് ദൈവ പ്രാർത്ഥനയൊക്കെ തന്നെ എഫക്റ്റീവ് ആവണമെങ്കിൽ ദൈവവചനത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവചനം കോട്ട് ചെയ്ത് പറയാമെന്നുള്ളതല്ല. ദൈവവചനം കോട്ട് ചെയ്ത് ചില ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ദൈവവചനം മാത്രം കോട്ട് ചെയ്ത് ഇങ്ങനെ മനഃപ്പാഠമായിട്ട് പഠിച്ചിരിക്കുന്ന ഇങ്ങനെ പറയും. അത് തെറ്റൊന്നുമില്ല പറയുന്നില്ല, അതിൽ നല്ലത് തന്നെയാണ്, ദൈവവചനമാണല്ലോ. അതല്ല ഉദ്ദേശിക്കുന്നത്. ദൈവവചനത്തിന് വിപരീതമായി ഒരു പ്രാർത്ഥനയും വരാൻ പാടില്ല. ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുന്ന വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. രണ്ടാമത്, പാപത്തെ സ്നേഹിക്കാൻ പിശാച് പഠിപ്പിക്കും. സങ്കീർത്തനം 66:18 ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. If I regard iniquity in my heart, the Lord will not hear me.
ഇവിടെ പാപത്തെ കാണുന്നത് നിങ്ങളിലുള്ള പാപമല്ല, അത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള പാപമാണ്. ഹൃദയത്തിലുള്ള പാപം എന്ന് പറയുമ്പോൾ ഹൃദയം ശുദ്ധീകരിച്ചിരിക്കുകയല്ലേ, പിന്നെ അതിനകത്ത് എങ്ങനെയാണ് പാപം വരുന്നത്? അകൃത്യം കരുതുക, ക്ഷമിക്കപ്പെടാത്ത പാപം. നേരത്തെ ഒരു എപ്പിസോഡിൽ സിന്ന്, ഇനിക്വിറ്റി, ട്രാൻസ്ക്രിപ്ഷൻ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടൊരു ഹാബിറ്റായി മാറിയ പാപം ജീവിതത്തിൽ അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണ്. അതെൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല. ചില അഡിക്ഷൻസ് ഒക്കെ വന്നിട്ട് എനിക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റാതെ ഇരിക്കുന്ന, ഹൃദയത്തിൽ അതിങ്ങനെ താലോലിച്ചു കൊണ്ട് നടക്കുന്ന പാപം, അത് പാപത്തെ സ്നേഹിക്കാനായിട്ട് പിശാച് നമ്മളെ പഠിപ്പിച്ചേ കൊണ്ടുപോകും. പഴയ നിയമത്തിൽ നിന്നൊരു ഭാഗത്തെ നമ്മളെ ചിന്തിച്ചാൽ അത്രയും വലിയ പ്രസക്തി ഇല്ലെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട്, പാപവുമായി ബന്ധപ്പെട്ടല്ലെങ്കിലും നമ്മുടെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്ന ഭാഗം യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നോമ്പിനെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. നോമ്പ് നോക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്ന, നിങ്ങൾ അതിൻ്റെ ചില ഡിസിപ്ലിൻ, ചില കാര്യങ്ങൾ നോമ്പിൽ നിങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത്? ഇതാ നിങ്ങൾ നോമ്പ് നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാഹത്തിലും കലഹത്തിലും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോൽക്കുന്നു. നിങ്ങളെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്നത്. എനിക്കിഷ്ടമുള്ള നോമ്പ് മനുഷ്യൻ ആത്മവനം ചെയ്യുന്ന ദിവസം ഉള്ളതോ, തലയെ വേഴാമ്പൽ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക, ഇതാകുന്ന ഉപവാസം. ഇതിനോ നീ നോമ്പെന്ന് യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കേറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിടുവിക്കുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്താദികളായിരിക്കുന്നത് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? ഇവിടെ യെശയ്യാവ് പറയുന്ന നോമ്പിൻ്റെ കാര്യം ഇൻഡൽജ് ചെയ്യുന്ന, ചില ആക്ടിവിറ്റീസിൽ ഇൻഡൽജ് ചെയ്യുന്നതിനൊക്കെ ഉപരിയായിട്ട് ഹൃദയത്തിൽ ദൈവത്തോട് ചേർന്ന് ഇഷ്ടപ്പെട്ട ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതാണ് ശരിക്കുമുള്ള ഉപവാസവും നോമ്പും എന്ന് ഇവിടെ യെശയ്യാവ് പറയുകയാണ്. ഈ അല്ലാത്ത നോമ്പ് നിങ്ങൾ ചെയ്താൽ അവിടെ ജയം സാത്താനാണ്, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, പാപത്തെ സ്നേഹിപ്പാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹിപ്പോക്രിസം കാണിപ്പാനായിട്ട് പിശാച് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ചില ദൈവദാസന്മാർ പോലും പലപ്പോഴും ഹിപ്പോക്രിറ്റായിട്ട് പറയുന്നതും പ്രവർത്തിക്കുന്നതും, അല്ലെങ്കിൽ രഹസ്യത്തിൽ പോലും ചില പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നത് ദൈവത്തിന് പ്രസാദമല്ലാത്തതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നു. മൂന്നാമത് പറയാനായിട്ടുള്ളത് സെൽഫിഷ് ലിവിങ് ആണ്. നമ്മുടെ സ്വയത്തിന് വേണ്ടി നമ്മൾ ജീവിക്കാനായിട്ട് പിശാച് നമ്മളെ പഠിപ്പിക്കും. സ്വയത്തിന് വേണ്ടി ജീവിക്കാനായി പിശാച് നമ്മളെ പഠിപ്പിക്കും. നേരത്തെ വായിച്ച വാക്യങ്ങൾ തന്നെയാണ് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെ. ലോകത്തെ സ്നേഹിക്കാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതൊരു രീതിയിൽ പറഞ്ഞാൽ ചീറ്റിംഗ് ഗോഡാണ്, സെൽഫ് സെൻറ്റേഡ് പേഴ്സൺ. നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങൾ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുന്നുള്ളൊന്നും ലഭിക്കുന്നില്ല. ഉത്തരം നമുക്ക് ലഭിക്കത്തില്ല സെൽഫിഷ് ലിവിങ്ങിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ. അത് പലപ്പോഴും പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ്സിനെ നഷ്ടപ്പെടുത്തി കളയുന്നു. സദൃശ്യവാക്യം 21:13 അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ താനും വിളിച്ചപേക്ഷിക്കും, ഉത്തരം ലഭിക്കുകയില്ല. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ, ഹൂസോ സ്റ്റോപ്പത്ത് സിയേസ് ടു ക്രൈ ദ പുവർ. എളിയവരെ ആദരിക്കുന്നവൻ നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയുന്നല്ലോ. എളിയവൻ്റെ നിലവിളിക്ക് ചെവി പൊത്തിക്കളയുന്നവൻ, ഉത്തരം ലഭിക്കുകയില്ല എന്ന് പറയുന്നു. ലൂക്കോസ് 6:38 കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും.
ഇവിടെ ഫാദർ ഈസ് ജനറസ്. ദൈവം കൊടുക്കുന്നവനാണ്, ജനറസ് ആണ് എങ്കിൽ യു ഷുഡ് ആൾസോ ബി ജനറസ്. നിങ്ങളും അതേ രീതിയിലായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ സ്വഭാവമാണ് നിങ്ങളിൽ ഉണ്ടാകേണ്ടത്. യേശുക്രിസ്തു സ്വന്തമായി ത്യജിച്ച് കുരിശെടുത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിൽ അതേ ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കും ഉണ്ടാകേണ്ടത്. നിങ്ങൾ യേശുവിന് പകരം കുരിശിൽ മരിക്കാനല്ല പറയുന്നത്, അതുപോലുള്ളൊരു അനുഗമനം, കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത്. പിശാച് പല ട്രിക്കുകൾ കാണിക്കും. എന്നാൽ ആ ട്രിക്കിനകത്ത് അകപ്പെടുകയല്ല. ആ ട്രിക്കിലൊക്കെ അകപ്പെട്ടാൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പറയുന്നത് സെൽഫിഷ് ലിവിങ്ങിനല്ല, നമ്മൾ സാക്രിഫിഷ്യലായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ള, ലോകത്തെ സ്നേഹിക്കാനായിട്ട്, എളിയവൻ്റെ നിലവിളിക്ക് ചെവി കേൾക്കാതെ ഇരിക്കുക, ദൈവത്തിന് വേണ്ടി കൊടുക്കുകയും ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുക. ഇതൊക്കെ ആണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന സെൽഫിഷ് ലിവിങ്. അല്ലാതെ നമ്മുടെ ഭോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളുള്ളതെല്ലാം കൂട്ടിവെച്ച് ദൈവം നീതിമാനെ, പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ നീതിമാന് അനുഗ്രഹം വരും, നന്മ വരും, അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ളൊരു കൽപ്പനയാണെന്ന് പറഞ്ഞ് അത് ഫോളോ ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ കൂടി വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ എഫിഷ്യൻസി വരും. പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോഴേ നമ്മൾ പ്രധാനമായിട്ടിന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞു. 1, ദൈവരാജ്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക. 2, പാപത്തെ സ്നേഹിക്കാനായിട്ട് പിശാച് ചെയ്യും. 3 സെൽഫിഷ് ലിവിങ്. 4, സംശയം ജനിപ്പിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള റെപ്പറ്റീഷൻ പോലെ നമുക്ക് തോന്നും. സംശയം ജനിപ്പിക്കുക. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവൻ ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കും എന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരനാകുന്നു. സംശയിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ല. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത്. കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ ജ്ഞാനം ആവശ്യമാണ്. അത് തരണം ചെയ്യുവാൻ ദൈവവുമായിട്ട് ബന്ധത്തിൽ തന്നെ നിന്ന് അത് വിച്ഛേദിക്കാതെ ഈ പരീക്ഷണങ്ങൾക്ക് കടന്നു പോകുവാൻ ജ്ഞാനം ആവശ്യമാണ്. എന്നാൽ സംശയം വരുമ്പോൾ പ്രശ്നങ്ങളും വരും. ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞത് ഇയ്യോബ് 2:9 പറയുന്നുണ്ട്. ഇയ്യോബ് 2:9 അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും ഈ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ തേച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് പറയുന്നതാണ്, ഒരു പൊട്ടി സംസാരിക്കുന്ന സംസാരിക്കുന്നു. നാം ദൈവത്തിന് കയ്യിൽ നിന്ന് നന്മ കൊള്ളുന്നു, തിന്മയും കൊള്ളരുതോ? ഇതിനാൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ഇയ്യോബിൻ്റെ ഭാര്യ പോലും അവനെ ശപിച്ച് പറയുകയാണ്, നീ മരിക്കാൻ പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ പോലും ഉപേക്ഷിച്ച് ത്യജിക്കുമ്പോഴും ഇയ്യോബിന് യാതൊരു സംശയമില്ലായിരുന്നു. ഇയ്യോബ് ദൈവം നല്ലവനാണ് എന്ന് വിശ്വസിക്കാനുള്ള ജ്ഞാനം ഇയ്യോബിനുണ്ടായിരുന്നു. ഇവിടെയും സാത്താൻ ഇയ്യോബിനെ താഴെ ഇട്ടു. എന്നാൽ അവൻ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചു. സാത്താൻ്റെ പരീക്ഷയിൽ നിന്നെല്ലാം അവന് വീണ്ടും സാത്താൻ പരീക്ഷിക്കുമ്പോഴും അവനൊരു സംശയമില്ലാതെ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതായിട്ട് ഫൈനലി ഇയ്യോബിനെ അനുഗ്രഹിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പോഴിന്ന് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1, നമ്മുടെ പ്രാർത്ഥന എഫക്റ്റീവ് അല്ലാതെ ഇരിക്കാനുള്ള കാരണങ്ങൾ. 1, ദൈവവചനത്തിനെതിരായി സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. 2, പാപത്തെ സ്നേഹിക്കാനായിട്ട് സാത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. 3, സെൽഫിഷ് ലിവിങ്ങിന് വേണ്ടി സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. 4, സംശയം നമ്മളിലെ സാത്താൻ ജനിപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് ഇതിനകത്ത് ഇനിയും 3-4 പോയിൻ്റ് കൂടെ പറയാനായിട്ടുണ്ട്. നമുക്ക് തുറന്ന് ഇത് വാച്ച് ചെയ്യണം. ശരിക്കും എന്താണ് ഇവിടെ കാണുന്നത്? പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ. പലപ്പോഴും യാന്ത്രികമായിട്ടുള്ള പ്രാർത്ഥനകളാണ് പലപ്പോഴും ഉള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ പോകുന്ന സഭകളിൽ പോലും സെയിം വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാവാതെ, അല്ലെങ്കിൽ അതിങ്ങനെ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോവുക.
ചില ഭവനങ്ങളിലൊക്കെ സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നുണ്ട്. അത് പറയുമ്പം തന്നെ അവരുടെ മനസ്സെവിടാണെന്നോ അതിനകത്ത് 7-8 പോയിൻ്റ് എല്ലാം വാലിഡ് പോയിൻ്റാണ്. ആ സ്വർഗസ്നായ പിതാവേ എൻ്റെ നാമം മഹത്വീകരിക്കണമെന്നും പറഞ്ഞ് നിൻ്റെ രാജ്യം വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള പ്രാർത്ഥന യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു പെർഫെക്റ്റ് പ്രെയറാണ് ശിഷ്യന്മാർ. എന്നാൽ അതിൻ്റെ മീനിങ് എത്ര കണ്ട് മനസ്സിലാക്കിയാൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ യാന്ത്രികമായി തീരാതെ മീനിങ് ഫുള്ളായി തീരുമ്പോഴേ അത് എഫക്റ്റീവായി തീരും. എന്നാൽ പിശാച് അതിന് സമ്മതിക്കത്തില്ല. പിശാച് പ്രാർത്ഥന നടത്തും. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇത്രയും ഞാൻ പറയാനുള്ള കാരണം, നമ്മുടെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഒരു പ്രെയർ എന്ന് പറയുന്ന ഡിഫെൻസ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഒരു അപേക്ഷയാണ്. അവിടെയാണ് നമ്മുടെ വർധനവ്, അവിടെയാണ് നമ്മുടെ ഗോഡ്ലിനെസ്, അവിടെയാണ് നമ്മുടെ സർവസ്വവും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇത്രയും പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന എല്ലാം എഫക്റ്റീവായിട്ടുള്ള പ്രെയർ ആയിരിക്കണം. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന ഫലം ചെയ്യുന്നു എന്ന്, അതിൻ്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ ഓർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെട്ട് കർത്താവേ ഒരു ജൽപ്പനം പോലെയുള്ള പ്രാർത്ഥനകളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ. സീരിയസ് ആയിട്ട് പ്രാർത്ഥിപ്പാനായിട്ട്, ദൈവവചനത്തിനൊരിക്കലും വിരോധമാകാതെ ദൈവവചനത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട്, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയല്ല ദൈവികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട്, സംശയമില്ലാതെ പ്രാർത്ഥിപ്പാനായിട്ട്, കർത്താവെ പാപത്തെ സ്നേഹിക്കാതെ പ്രാർത്ഥിപ്പാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ജഡീകമായി പോകുന്നല്ലോ, സാങ്ക്ടിഫിക്കേഷൻ വിശദീകരണമില്ലാതെ പ്രാർത്ഥിക്കുന്നല്ലോ, പലപ്പോഴും കർത്താവെ പാപം അതിൽ കയറുന്നല്ലോ. കർത്താവെ, അതിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ചില വ്യക്തികൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക, ചില പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ചിലരുണ്ട്. അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് അമ്മയും കുഞ്ഞും പനിയായിട്ടിരിക്കുന്ന, ചില വിട്ടുമാറാത്ത പനി വന്നിരിക്കുന്ന ചില ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നു. അമ്മയുടെ അസുഖം, കുഞ്ഞിനും അസുഖമുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം വെളിപ്പെടുത്തി തന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനിത് നിങ്ങളോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ദൈവം വലിയ വിടുതൽ തരും. പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ തരും. ശരീരം വേദനയിൽ കൂടി കടന്നു പോകുന്ന ചിലർ ഇത് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അവരെ വിടുവിക്കട്ടെ, ഈ ദിവസങ്ങൾ വിടുവിക്കട്ടെ. ഭർത്താവിൻ്റെ മദ്യപാനം അവസാനിപ്പാനായിട്ട് ചില സഹോദരിമാർ മുട്ടുപ്പായി പ്രാർത്ഥിക്കുന്നവരിത് കാണുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് തീർച്ചയായും ഇത് ദൈവം വലിയ മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഭർത്താവിൻ്റെ മദ്യപാനത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യും. ദൈവമേ, ആ കുടുംബത്തെ നീ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ രക്ഷ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലും കർത്താവെ പിശാച് കെട്ടപ്പെട്ടിരിക്കുമ്പോഴേ അതിനകത്തുനിന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ബ്രേക്ക് ത്രൂ ഇപ്പോഴുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് നീ സമീപസ്ഥനായിട്ടുള്ള ദൈവമാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും തന്നെ വേസ്റ്റായി പോകുന്നില്ലല്ലോ. ഈ സമയത്ത് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം, വിടുവിക്കണം. ഈ പനിയുടെ അസുഖങ്ങളിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. പ്രാർത്ഥന ഹിൻഡർ ചെയ്യുന്ന, തടസ്സപ്പെടുത്തുന്ന വിധങ്ങൾ, പ്രാർത്ഥനയുടെ എഫക്റ്റീവ്നെസ് നഷ്ടപ്പെടുത്തുന്ന വിധങ്ങളുമൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പിശാചാണല്ലോ കാരണക്കാരൻ. നിങ്ങൾ വിചാരിക്കും ഇത്രയും രീതിയിൽ പിശാചൊക്കെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. തീർച്ചയായും ഇതുമല്ല, ഒരുപാട് ശല്യങ്ങളുണ്ട്. പിശാചിന് എപ്പോഴും അവൻ്റെ സൈന്യത്തിലേക്ക് ആളിനെ കൂട്ടാൻ വേണ്ടി അവനിങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക. ഇത് എല്ലാ ദിവസവും 9 തൊട്ട് 10 മണി വരെ നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരുന്നതാണല്ലോ. ഇതിന് കാതോർത്തിരിക്കുക. ഇത് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ ദിവസവും നിങ്ങളുടെ ഡിവൈസിൽ കിട്ടുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.